ഇന്ന് നിന്നെ അവഗണിച്ചവർ, ഇന്ന് നിന്നെ പരിഹസിച്ചവർ, ഇന്ന് നിന്നെ ഒഴിവാക്കിയവർ ഒരിക്കൽ നിന്നെ തേടി വരും. അപ്പോൾ അവരെ ചിരിച്ചുകൊണ്ട് ഒഴിവാക്കണം. കാരണം അത് നിന്റെ വിജയമാണ്. വിജയകരമായ ജീവിതത്തേക്കാൾ സംതൃപ്തമായ ജീവിതമാണ് നല്ലത്. കാരണം മറ്റുള്ളവരാണ് നമ്മുടെ വിജയം അളക്കുന്നത്, എന്നാൽ നമ്മുടെ സ്വന്തം മനസ്സാണ് നമ്മുടെ സംതൃപ്തി അളക്കുന്നത്. ചിരിച്ചു നടക്കുന്ന പലരുടെയും ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ സന്തോഷമുള്ളതായിരിക്കില്ല. ആ ചിരിക്കു പിന്നിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും. വിശ്വാസം എന്നത് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റിയ ഒന്നല്ല. പങ്കാളിയോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്താൽ മാത്രമേ വിശ്വാസം നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. ജീവിതത്തിൽ നാം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പാഴായി പോവില്ല. ഒരുപക്ഷെ നാം ആർക്ക് ചെയ്തുവോ അവരിൽ നിന്നാവില്ല തിരിച്ചു കിട്ടുക. മറ്റാരിൽ നിന്നും എന്തെങ്കിലും ആവാം, പക്ഷെ തിരിച്ചു കിട്ടിയിരിക്കും. ഓർക്കുക, ജീവിതത്തിൽ ചിലതൊക്കെ മറന്നു കളയണം, അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നു പോയെന്ന് വരും. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്തു വന്നാലും അവ പിന്തുടരാനുള്ള ധൈര്യം ആർജിച്ചെടുക്കുക. നമ്മൾ ധനികനോ കുലീനനോ കഴിവുള്ളവനോ വിദ്യാസമ്പന്നനോ ആരുമായിക്കൊള്ളട്ടെ, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് അടിസ്ഥാനമാക്കിയാണ് നമുക്കുള്ളിലെ വ്യക്തി രൂപപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ശീലിച്ചാൽ പൂർണ്ണ സന്തോഷം കണ്ടെത്താം. നിങ്ങളെ മറ്റുള്ളവർ അസ്വസ്ഥനാക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ ശ്രമിച്ചാൽ പ്രതികരിക്കരുത്. കാരണം അവരെ സന്തോഷിപ്പിക്കുക എന്നത് നിങ്ങളുടെ ജോലിയല്ല. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല. നല്ലതിനാണെന്ന് മാത്രം വിശ്വസിക്കുക. ചിലരുടെ കടന്നുവരവും ചിലരുമായുള്ള അടുപ്പവും ചിലരിൽ നിന്നുള്ള അകൽച്ചയും. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെയുണ്ടെങ്കിലും നിങ്ങൾക്കോ നിങ്ങളെയോ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണ്. കിട്ടാത്തതിൻ്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും.